എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെയും ക്ലാസ് നൽകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 984670380380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 പഠന പ്രവർത്തനങ്ങളാണ്. ഇതോട് കൂടിയിട്ട് ക്ലാസ് 9 എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നാളെ തൊട്ട് ക്ലാസ് 10 ചാപ്റ്റേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പഠന പ്രവർത്തനം നോക്കൂ. ഇഷ്ടതാമ യാത്രായാഹ ദൈനികീം ചെയ്തു. ഇഷ്ടതമ യാത്ര, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രയുടെ ദൈനികി രചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിവിധ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ സമാഹരിച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം സജ്ജീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. യദ്യപി തഥാപി ഉപയോഗിച്ച് വാക്യം പരിവർത്തിച്ചു. യദ്യപി തഥാപി എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് വാക്യം മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം നോക്കൂ. രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ സ പ്രയത്നം ന ത്യജതി. അപ്പോൾ യദ്യപി രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ തഥാപി പ്രയത്നം ന ത്യജതി. വൃഷ്ടിഃ ഭവതി ബാലകാः ക്രീഡാങ്കനെ ക്രീഡന്തി. അപ്പോൾ യദ്യപി വൃഷ്ടിഃ ഭവതി തഥാപി ബാലകാः ക്രീഡാങ്കനെ ക്രീഡന്തി. ഇങ്ങനെയാണ് വരിക. മമ വേതനം ന്യൂനം ഭവതി അഹം ധനസഞ്ചയം കരോമി. യദ്യപി മമ വേതനം ന്യൂനം ഭവതി തഥാപി അഹം ധനസഞ്ചയം കരോമി എന്നാണ് വരിക. ജ്വരഃ അസ്തി സഹ ഗൃഹകാര്യം കരോതി. യദ്യപി ജ്വരഃ അസ്തി തഥാപി സഹ ഗൃഹകാര്യം കരോതി. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചതാണ്. ചിത്രം നോക്കിയിട്ട് ലെട്ട് ലെങ് ഇട്ട് ആ വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ്. അപ്പം ലെട്ടിലെ വിനീതഃ ദൈനികീം ലിഖതി. വിനീതഃ ലെങ്ങിലെങ്ങനെ വരിക? വിനീതഃ ദൈനികീം അലിഖത്. ലിട്ടില് വിനീതഃ ദൈനികീം ലേഖിഷ്യതി എന്നാണ് വരിക. അടുത്തത് നമുക്കൊന്ന് ഉദാഹരണം നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോന്നേ ഉള്ളൂ. വിനീതഃ ഭോജനം ഖാദതി. വിനീത അപ്പം ലെങ്ങിൽ എങ്ങനെ വരിക? ലെട്ടിലാണ് ഖാദതി വരിക. ലെങ്ങിൽ വിനീതഃ ഭോജനം അഖാദത്. ലിട്ടിലെ വിനീതഃ ഭോജനം ഖാദിഷ്യതി. ഇനി ക്രിയാപദങ്ങൾ നോക്കൂ. ലെട്ടിൽ വരുന്നവയാണ് അഭിപ്രൈതി. ലെങ്ങിൽ വരുന്നത് പ്രായച്ഛത്. ലെട്ടിൽ വരുന്നത് ദൃശ്യത്. ലെട്ടിൽ വരുന്നത് നിഷേവതേ. ലെട്ടിൽ വരുന്നത് മന്യസേ. ലെട്ടിൽ വരുന്നത് ഏതാണ്? ശക്യതേ. ലെട്ടിൽ വരുന്നത് സമായാന്തി. ലെട്ടിൽ വരുന്നത് വിവർണവന്തി. ലെട്ടിൽ വരുന്നത് പുഷ്ണാതി. പിന്നെ ലെട്ടിൽ വരുന്നത് അയാപയാമ. ലെങ്ങിൽ വരുന്നത് അഭ്യനന്ദയം. ഇനി മാതൃകാ അഭ്യാസ പട്ടിക നമുക്ക് നോക്കാം. ആര്യഭടഃ ആര്യഭട്ടീയമാണ്. ക വരുന്നത് മൂന്നാമത്തെയാണ്. ഖ വരുന്നത് ഭാസ്കരാചാര്യഃ ലഘുഭാസ്കരീയമാണ് വരിക. വരാഹമിഹിരഃ ബൃഹത്സംഹിതയാണ്. സംഗമ ഗ്രാമമാധവഃ വേണുവാരോഹഃ. അടുത്ത നോക്കാം. ഉപനേത്രസ്യ വിന വാചയതി ഉപനേത്രേണ വിന വാചയതി. അപ്പം അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണസ്യ വിന രാമഃ വനം ന ഗച്ഛതി. അതെങ്ങനെയാണ് വരിക? ലക്ഷ്മണേന വിന രാമഃ വനം ന ഗച്ഛതി. ഇനി സൂചന അനുസരിച്ചിട്ട് യാത്രാ വിവരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കൂ. വാക്യം മാറ്റി എഴുതാനാണ്. ജ്വരഃ അസ്തി സഹ ഗൃഹകാര്യം കരോതി. അപ്പോൾ യദ്യപി ജ്വരഃ അസ്തി തഥാപി സഹ ഗൃഹകാര്യം കരോതി. അടുത്ത നോക്കൂ. പരീക്ഷാ സമാഗത ഛാത്രാഃ സമ്യക് ന പഠന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യദ്യപി പരീക്ഷാ സമാഗത തഥാപി ഛാത്രാഃ സമ്യക് ന പഠന്തി എന്നാണ് പറയാം. ശ്ലോകം പഠിച്ചിട്ട് ഗദ്യക്രമം ലിഖതു എന്നാണ്. അപ്പോൾ അതിൽ ശ്ലോകം ആദ്യം നോക്കുക. സൂചന അനുസരിച്ചിട്ട് ഏതാ? യഥാ അവിടെ എന്താ വയ്ക്കുക? ഡാഷ് കഴിഞ്ഞിട്ട് ഹിമാദഃ ജ്വലനം നിഷേവതേ നിദാഘ അഭിഹതഃ.
നിദാത അഭിഹത എന്നാണ്. നിദാത അഭിഹത. ഹിമം ശുധാനിധ. അത് കഴിഞ്ഞിട്ട് അന്നം തൃഷാനിധ സലിലം യഥാബലം കുതഃ കിഞ്ച കഥം ച കസ്യ ച.